ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം വരെ പോയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ഫുഡ് കഴിച്ച ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല ഫുഡ് ഇവിടെ എവിടെയാണ് കിട്ടുള്ളത് ചോദിച്ചപ്പോൾ 2-3-4 സ്പോട്ടൊക്കെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഒരു ബിരിയാണി സെൻറ്റർ ഉണ്ട്, അപ്പോൾ പുതിയത് വന്നതാണ്, 110 രൂപക്ക് 3 ഐറ്റം ബിരിയാണിയൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകട്ടെ. അവർ കുറച്ചിങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങി പോയാൽ താഴത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടോ. നമ്മളിവിടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുമ്പിലാണ് ഉണ്ടായിരുന്നത്, മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൻ്റെ. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എത്രയും നടന്നിട്ടും കാണുന്നില്ല. അപ്പം കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു. പിന്നെ ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാ കാണുന്ന ചെറിയ ഷെഡിൻ്റെ ബാക്കിലുള്ള ബിൽഡിംഗ് ആണ് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോവാണ്. പക്ഷെ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വലിയ ബോർഡാക്കിയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഉള്ളിൽ വലുതാക്കി കൊടുത്തിട്ടാണ്. പക്ഷെ അത് പുറത്തുനിന്ന് റോട്ടുമെന്ന് നോക്കുമ്പോഴൊന്നും നമുക്ക് ആ ബോർഡൊന്നും കാണണമെന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയും റിസ്ക് എടുത്തിട്ട് വെയിലും കൊണ്ട് പോണത് 110 രൂപക്ക് 3 ബിരിയാണി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് 80 രൂപക്ക് ബിരിയാണി കിട്ടണം. അപ്പോൾ കുറേ അവിടെ പോയാലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ബിരിയാണി സെൻറ്റർ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊക്കിയപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്ന കേട്ടോ. അങ്ങനെ ഇതാ കൈയൊക്കെ കഴുകി ഉള്ളിൽ വന്നിരുന്നു. എന്താവും ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവുക. കാരണം 110 രൂപക്ക് 3 എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് നമുക്ക് പറ്റിച്ചാതി മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ദം ബിരിയാണി 110, അപ്പോൾ ഫ്രൈ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 120, ഡ്രംസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 150 കേട്ടോ. നമ്മളെ പുറത്തുള്ള ബിരിയാണി എത്രയാണ് അതേ റേറ്റും കാര്യങ്ങൾ തന്നെയാണുള്ളത്. എന്തായാലും വന്നിരുന്ന സ്ഥിതിക്ക് ഇതാ വായൊക്കെ വെച്ചിട്ടുണ്ട്, വായൻ്റെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അച്ചാർ, തൈര്, ചമ്മന്തി ഇതൊക്കെ നമ്മളിങ്ങനെ സെർവ് ചെയ്തു. പിന്നെ ബിരിയാണി എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്വാണ്ടിറ്റി ഉണ്ട്. ചോറ് റൈസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. ചിക്കൻ പീസ് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ എന്താക്കി ബിരിയാണി നഷ്ടം എന്ന് പറയാനൊന്നുമില്ല, എന്നാലും അവർ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു എന്ന് പറയുവാണെങ്കിൽ ഇവിടുത്തെ വലിയ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവുമൊക്കെ അങ്ങോട്ടേക്ക് കസ്റ്റമറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള. എന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചതി പറ്റിയവരൊക്കെ ആരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. നല്ല അടിപൊളി ഒരു കോഴിമുട്ട പുഴുങ്ങിയതും. പക്ഷേ ഡ്രംസ് ബിരിയാണിക്ക് 150 ഉണ്ട്. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ സെറ്റപ്പും കാര്യങ്ങളും അതുകൊണ്ട് കേട്ടോ. ഒരു പപ്പടും ഉണ്ടായിരുന്നു. അപ്പോൾ കുശലായിട്ടുള്ള ബിരിയാണിയൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പൈസ പോയാലും കുഴപ്പമില്ല, ബിരിയാണി നല്ലത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് തിന്നാൻ പോകുന്നവർക്ക് ഇത് മസ്റ്റ് ട്രൈ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പീസൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തിന്നാനൊക്കെ. അപ്പോൾ ആ വഴിക്ക് പോണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് എന്തൊക്കെ തിന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ.